أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء في الأرض والسماء وهو السميع العليم. اللهم صل على سيدنا وحبيبنا محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. मुस्तफ़ा जान रहमत पे लाखों सलाम. शम्अ बज़ में हिदायत पे लाखों सलाम. शहरयारे इरम ताजदारे हरम नौबहारे शफाअत पे लाखों सलाम. ഏറെ സ്നേഹധന്യമായ ഈ മുഹൂർത്തത്തിൽ ഇൻസിജാം മനോഹരമായി സമ്മേളിച്ച ഈ അവസരത്തിൽ ഹൃദയങ്ങളെല്ലാം ഒരേ ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ആരംഭപ്പൂവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്നേഹഭാജനത്തിലേക്ക് നിരന്തരം പറയാനും നിരന്തരം ഓർക്കുവാനും നിരന്തരമായി അനുധാവനം ചെയ്യപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അതിമഹത്തായ സമ്മാനം. ആ തിരുപ്പിറവി ഏറ്റവും മനോഹരമായി സംഭവിച്ച അതീവ വൈശിഷ്ട്യമുള്ള പരിശുദ്ധമായ റബീഉൽ അവ്വൽ. വുലിദൽ ഹുദാ ഫൽ കായിനാതു ദിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ. സന്മാർഗത്തിന്റെ തിരുപ്പിറവിയാണ് അല്ലാഹു മാനവരാശിക്കായി ഒരുക്കി വെച്ച ഹിദായത്തിന്റെ പ്രഭവ കേന്ദ്രം. പ്രപഞ്ചമഖിലവും ആ മനോഹാരിതയെ, ആ കാരുണ്യത്തെ, ആ സ്നേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പറയാതിരിക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവരുടെ ഹൃദയത്തിലും സ്നേഹത്തിന്റെ കുളിർ തന്നലാണ്
നിരന്തരമായി അവിടുത്തെ ഓർക്കുമ്പോഴും പറയുമ്പോഴും അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ സദസ്സിൽ അൽഹംദുലില്ലാ പരിശുദ്ധമായ ദഅവത്തിന്റെ മേഖലയിൽ അല്ലാഹുവിന്റെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള വളരെ ആസൂത്രണം നടത്തിയിട്ടുള്ള ഈ മനോഹരമായ സദസ്സിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ സമർപ്പിക്കപ്പെട്ടതുപോലും അവിടുത്തെ സന്ദേശത്തിന്റെ പ്രചാരകരായിട്ടാണ്. നേരത്തെ ഇവിടെ ഒരുപാട് ആളുകളുടെ ലിസ്റ്റുകൾ വായിച്ചു. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആജിലായ ശിഫ ഖൈറായ നിലക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരല്പനേരം നമുക്കൊരുമിച്ച് ആ പ്രകീർത്തനം പാടിപ്പറയാം. നിങ്ങൾ എന്റെ കൂടെ നിശബ്ദമായി കേൾക്കലിനപ്പുറം നിങ്ങളുടെ അധരങ്ങളിലും അവിടുത്തെ സ്വലാത്തുകൾ, അവിടുത്തെ വാഴ്ത്തുകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. മദീന എന്ന മലർവാടി മധു തേടിക്കൊണ്ടിതോടി മർത്യന്നഭയമതും തേടി മഹ്മൂദിൻ സവിധം കൂടി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടിടുമോ ഞാനിവിടന്ന് മുത്ത് റസൂലിൻ മുഖമൊന്ന് കണ്ടിടുവാൻ ദുആ ചെയ്യുന്ന കണ്ണടയുന്നതിന് മുമ്പൊന്ന് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീന കണ്ട് മടങ്ങുമ്പോൾ കരഞ്ഞു ഞങ്ങൾ നീങ്ങുമ്പോൾ മുത്ത് റസൂലും വന്നല്ലോ പടിവരെ യാത്ര പറഞ്ഞല്ലോ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂബക്കർ ഉമറും പിന്നാലെ ഇനിയും വരണം ഇതുപോലെ കരഞ്ഞുകൊണ്ടവർ പതിവാലെ പിരിഞ്ഞു വരണമെന്നുള്ളാലേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വല്ലാത്തൊരിഷ്ടം തന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും അതിനപ്പുറം ഈ ലോകത്ത് കടന്നു വരുന്ന എല്ലാ സൃഷ്ടിജാലകങ്ങളോടും വല്ലാത്ത സ്നേഹത്തോടെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയതും അവിടുത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്കു ശേഷം ഒരുപാട്
കാലങ്ങൾക്കു ശേഷം ജീവിക്കുന്ന നമുക്ക് എപ്പോഴും മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ആ മുത്തിനെ, ആ സ്നേഹത്തെ, ആ കാരുണ്യത്തെ കാണണമെന്നും അറിയണമെന്നുമാണ്. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അത് ആഷിഖിന്റെ സ്വഭാവമാണ്. എങ്ങനെയാണ് എൻ്റെ മുത്തുനബി? നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ, നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ. നിറമെന്താണ്, അവരുടെ രൂപമെന്താണ്, നിറമെന്താണ്, അവരുടെ രൂപമെന്താണ്. നബിയെ കണ്ടോ നിങ്ങൾ, നബിയെ കണ്ടോ. പണ്ടൊരു ആശിഖ് കണ്ടവരോട് നബിയെ കുറിച്ചു ചോദിച്ചു, നിറമെന്താണ്, അവരുടെ രൂപമെന്താണ്. ആ ചോദ്യത്തിന് മനോഹരമായ ഒരു മറുപടി, അത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വരികളിലൂടെ നമുക്കത് കേൾക്കാൻ കഴിയും. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുന്നേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ശത്രുക്കൾ വന്ന് കുറച്ച് പണം നൽകിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആക്ഷേപകരമായ പദ്യമുണ്ടാക്കുവാനും അങ്ങനെ മുത്തുനബിയെ ആക്ഷേപിച്ച് പാട്ടുപാടുവാനും വേണ്ടി പണം കൊടുത്ത് പ്രേരിപ്പിച്ചു. സ്വാഭാവികമായി ഒരാളെ ആക്ഷേപിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടണമല്ലോ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന ആ വഴിത്താരയിലെ ഒരു കുന്നിന്റെ മുകളിൽ എഴുന്നേറ്റ് നിന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. മുത്തു റസൂൽ കടന്നു വന്നു. മർറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ജമീലുശ്ശിയം മർറ മിസ്ബാഹുദ്ദലാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന, ഏതൊരാളും ആകർഷിക്കപ്പെടുന്ന അനുപമമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് കണ്ടപ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു പദ്യം പോലും രചിച്ചില്ല എന്ന് മാത്രമല്ല, തനിക്ക് പണം തന്ന കുഫാറുകളുടെ അടുത്തേക്ക് തിരികെ പോയി അവർ നൽകിയ പണം അവരുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ചു. അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആക്ഷേപമായി പാട്ടുപാടാതെ പണം തിരിച്ചേൽപ്പിക്കുന്നത്? അതിനു മറുപടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ മുന്നാകെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹുമ്മ ഇന്നി അശ്ഹദുക അൻ അശ്ഹദ അന്നഹു റസൂലുള്ളാഹ്. നിങ്ങൾ നൽകിയ പണം നൽകി ആക്ഷേപകരമായ പാട്ടുപാടാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രമല്ല, ഞാനിതാ സത്യസാക്ഷ്യം ഉച്ചരിക്കുകയാണ്, എനിക്ക് അവിടുത്തെ കുറിച്ച് ഒരു വാക്യം പോലും മോശമായി സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടല്ലല്ലോ പറഞ്ഞയച്ചത്. അതിനു മറുപടി മനോഹരമായൊരു പാട്ടുപാടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവർക്ക് മറുപടി കൊടുക്കുകയാണ്. ലമ്മാ റഅയ്തു അൻവാറുഹു സതഅത് വളഅതു മിൻ ഖീഫതി കഫി അലാ ബസരി ഖൗഫൻ അലാ ബസരി മിൻ ഹുസ്നി സൂറതിഹി ഫലസ്തു അൻദുറുഹു ഇല്ലാ അലാ ഖദരി റൂഹും മിനൻ നൂരി ഫീ ജിസ്മിൻ മിനൽ ഖമരി കഹില്യത്തിൻ നുസിജത് മിൻ അൻജുമിസ് സഹരി
വെട്ടിത്തിളങ്ങുന്ന ആ പ്രകാശം തുളുമ്പുന്ന മേനിയെ കണ്ടപ്പോ ഞാൻ എന്റെ കൈത്തലം കൊണ്ട് കണ്ണിനെ മറച്ചു പിടിച്ചു. ആ പ്രകാശത്തിന്റെ മനോഹാരിതയിൽ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമോ എന്നുപോലും ഞാൻ ഭയപ്പെട്ടുപോയി. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വീണ്ടും പറഞ്ഞത്, അവിടെ നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: റൂഹും മിനൻ നൂരി ഫീ ജിസ്മിൻ മിനൽ ഖമരി കഹില്യത്തിൻ നുസിജത് മിൻ അൻജുമിസ് സഹരി. താരകപ്പൂക്കളാൽ നെയ്തു വെക്കപ്പെട്ട മനോഹരമായ ഒരു സ്വർണ്ണാഭരണം. ആ സ്വർണ്ണാഭരണം എങ്ങനെയാണോ, എത്രമേൽ മനോഹാരിതയിലാണോ ഉള്ളത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ശരീരത്തിൽ ചാന്ദ്രിക ശോഭയുണ്ടായിരിക്കെ തന്നെ ആത്മികമായ പ്രകാശം ആ മനുഷ്യനിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടുപോകുകയാണ്. എനിക്ക് അവിടത്തെ കുറിച്ച് ആക്ഷേപിക്കാൻ കഴിയില്ല. അപ്പോൾ തിരുദൂതരെന്താണ് എന്ന് ഈ വാക്കുകൾ കൃത്യമായി ഓർമ്മപ്പെടുത്തി ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ വരികൾ കൃത്യമായി നേരത്തെ പറഞ്ഞ വഴിയിലൂടെ ചേർത്തു വെക്കുന്നത് ഇങ്ങനെ കാണാം: പനിനീർ പൂവിന് ദളങ്ങൾ പോലെ പരിമളമാമൊരു മലരാണ്, ഇളം ചുവപ്പ് മാദകമേനിയിൽ വെളുപ്പു ചേർന്നൊരു നിറമാണ്. കണ്ടില്ല നബിയെ കണ്ടില്ല, എന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ നബിയെ കണ്ടില്ല. നിറമെന്താണ്, അവരുടെ രൂപമെന്താണ്, നിറമെന്താണ്, അവരുടെ രൂപമെന്താണ്. പരിമളമാലെ പുഞ്ചിരി ചേർന്നതിനോളം മണമാണെന്റെ നബി. സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്നൊരു നിറമാണെന്റെ മുത്ത് നബി. കണ്ടല്ലോ നബിയെ കണ്ടല്ലോ, തേടി വന്ന ആശിഖ് കരഞ്ഞു കൊണ്ടെന്നങ്ങ് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനിയെ കുറിച്ച് എത്ര മനോഹരമായാണ് അവിടെ ചേർത്തു വെച്ചത്. പരിമളമാലെ പുഞ്ചിരി ചേർന്നതിനോളം മണമാണ് എന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തെ കുറിച്ച് സംസാരിക്കുന്ന മഹാന്മാരായ സ്വഹാബത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഈ വാക്കുകൾ നമുക്ക് വളരെ ഹൃദ്യമായി കേൾക്കാൻ കഴിയുമെന്നാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു മനോഹരമായ നിമിഷം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരുന്ന് അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെരുപ്പ് തുന്നുന്ന ഒരു സന്ദർഭം, ചെരുപ്പ് നേരെയാക്കുന്ന ഒരു സന്ദർഭം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനെപ്പോൾ എന്റെ കയ്യിൽ ഒരു സൂചിയുണ്ട്, നൂലുണ്ട്, ഞാനതിങ്ങനെ നൂറ്റുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി അവിടുത്തെ ചെരുപ്പ് നന്നാക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പുകണങ്ങൾ അതിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അവിടുത്തെ മനോഹരമായ മുഖം എത്ര മനോഹരമായാണ് പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്നത്. ആ കാഴ്ച കണ്ടിട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി. എന്റെ ആശ്ചര്യപ്പെടൽ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീക്ഷിച്ചു. എന്നോട് ചോദിക്കുന്നുണ്ട്, ആയിഷ മാലക്കി ബുഹിത്തി, നീ എന്താണ് ആശ്ചര്യപ്പെട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയെ ഇങ്ങനെ നോക്കുമ്പോ അങ്ങയുടെ മുഖത്ത് നിന്ന് അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ പുറത്തേക്ക് ഇങ്ങനെ വമിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു ശ്രേഷ്ഠ കവി, ആ അബൂ കബീരിനിൽ ഹുദലി എന്ന് പറയുന്ന ശ്രേഷ്ഠ കവിയുടെ കവിതയാണ് നബിയെ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങയുടെ
ആ മനോഹരമായ മുഖത്തിന് യോജിച്ച സംസാരമാണ് അബൂ കബീറിനിൽ ഹുദലി നടത്തിയത്. മുത്തുനബി ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ആയിഷ, അതിന് അബൂ കബീർ എന്താണ് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് മനോഹരമായി ആ മുഖത്ത് നോക്കി പാട്ടുപാടുകയാണ്. വമുബറഉൻ മിൻ കുല്ലി ഗുബരിൻ ഹൈദതി വഫസാദി മുർളിഅത്തിൻ വദാഇം മിഗ്യലി വഇദാ നദർത ഇലാ അസിറതി വജ്ഹിഹി ബരിഖത് കബർഖിൽ ആരിളിൽ മുതഹല്ലിലി. ഒരു ന്യൂനതയുമില്ലാതെ പടക്കപ്പെട്ട ഒരു മനുഷ്യൻ, പിറന്നു വീണൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പു തുള്ളികൾ കണ്ടാൽ പേമാരി പെയ്തിറങ്ങുന്നതിന്റെ ഇടയിൽ മേഘങ്ങളിൽ നിന്ന് ഇടിമിന്നൽ വെട്ടി വീണതുപോലെ പേമാരി പെയ്യുന്നതിന്റെ ഇടയിലേക്ക് മിന്നലിന്റെ പ്രകാശം പേമാരിയുടെ മഴത്തുള്ളികളിൽ തട്ടിത്തെറിച്ച് ഉണ്ടാകുന്ന പ്രകാശമാണ് നബിയെ അങ്ങയുടെ മുഖത്ത് നിന്ന് സ്ഫുരിക്കുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരൊക്കെ അവിടുത്തെ കുറിച്ച് അത്രമേൽ മനോഹരമായി വാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അവിടുത്തെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്നറിയാം. ആ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നടപ്പിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹിയെ ഒന്ന് കാണണം, കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം. റസൂലുള്ളാന്റെ അരികിലൊന്നിരിക്കണം, ഒന്ന് പുന്നാര ഖദമിൽ വീണ് മുത്തണം. റസൂലുള്ളാന്റെ കവിള് നോക്കി നിൽക്കണം, ഖമർ തോൽക്കുന്ന പൽഘോവ കാണണം. റസൂലുള്ളാന്റെ പവിഴക്കരം പുൽഗണം, പരിമളം പൂത്തമേനിയെ മണക്കണം. റസൂലുള്ളാന്റെ ഖൽബിൽ കേറി കൂടണം, ഖബർ കാണുന്ന മുന്നേ പ്രണയമാകണം. പേടിയുണ്ടെനിക്ക് പേടിയുണ്ടെനിക്ക് വരികളൊന്ന് പാടുവാൻ, പൂതിക്കൊണ്ടാണ് തങ്ങളെ മണക്കുവാൻ. പാടെ ദൂരെയായിടുന്നതെന്തിനാണു ഞാൻ, പാരിലാരുമില്ല വേറെ എന്നെ നോക്കുവാൻ. മുത്ത് നബി പൂമുഖമേ കണ്ടവരാരുണ്ടോ, മുത്തി മണത്തിടാനാണ് കണ്ണു ചേർത്തു തന്നോ. ഹൃത്തിലാ പ്രകാശമുഖം ഓർമ്മ വരുന്നുണ്ടോ, കത്തിടുന്ന ഭാവമില രൂപമൊന്ന് ചൊന്നോ. മുത്ത് റസൂലുള്ള കരം തന്നവരാരുണ്ടോ, മെത്ത പരവതാനി തോൽക്കും മാർദ്ദവമേ പൂണ്ടോ. ഉത്തമ കവിളിലുമ്മ വെച്ചവരാരുണ്ടോ, അത്തറിൻ കടലിൽ വീണ നിമിഷമെന്നിൽ ചൊന്നോ. മാമസിസ്തു ദീപ ജൻവല ഹരീറ അല്യന മിൻ കഫി റസൂലില്ലാഹ്. മാശമന്തു ദാതി ബിൻ വലാ സുഹൂറാ അത്യബ മിൻ തീബി റസൂലില്ലാഹ്. അത്യബ മിൻ തീബി റസൂലില്ലാഹ്. റസൂലുള്ളാഹിയെ ഒന്ന് കാണണം, കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം. തങ്ങൾ കമാലില്ലുമിനി രേഖിയ ജീലാനി
തങ്കമായതങ്ങനെ തന്നെ തഫ്താസാനി തിങ്കൾ കമാ ഹുവ ഹയ്യുൻ സുയൂത്തി ദീശാനി തെന്നൽ വന്നതെത്രയെത്ര ചൊന്നു നബ്ഹാനി തങ്ങൾ കമാലിലുമിനി രേഖിയ ജീലാനി തങ്കമായതങ്ങനെ തന്നാ തഫ്താസാനി തിങ്കൾ കമാ ഹുവ ഹയ്യുൻ സുയൂത്തി ദീശാനി തെന്നൽ വന്നതെത്രയെത്ര ചൊന്നു നബ്ഹാനി ലെങ്കും ഇമാം ഷാഫിയോർക്ക് മുണ്ട് നീർക്കഹാനി ചൊങ്കിൽ റുഅയത്തുൻ നബി ഉരന്നു ഷഅറാനി ചങ്കിടറി ഞാൻ വിളിച്ചിടുന്നു നൂറ ഐനി റങ്കി വിളങ്ങുന്ന ചേലിൽ കാണണമാമേനി മാമസിസ്തു ദീപ ജൻവലാ ഹരീറ അല്യന മിൻ കഫി റസൂലില്ലാ മാ ശമംതു ദാതി ബിൻ വലാ സുഹൂറാ അത്യബ മിൻ ത്വീബി റസൂലില്ലാ അത്യബ മിൻ ത്വീബി റസൂലില്ലാ റസൂലുള്ളാഹി ഒന്ന് കാണണം കണ്ണടക്കാതെ നോക്കി നോക്കി നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിഞ്ഞവർക്കൊന്നും അത് വിട്ടുപോകാൻ, അത് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് തുറന്നു പറയുന്നത് കേൾക്കാൻ അത്രമേൽ ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം അങ്ങനെയാണല്ലോ. അത്തുസ്സലാസിൽ യുദ്ധത്തിലേക്ക് നേതാവായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മനസ്സിൽ കടന്നു വന്ന ചിന്തക്ക് ആക്കം കൂടി. എന്തായിരുന്നു ആ ചിന്ത? എന്നോടാണ് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടം, എന്നോടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിന്റെ പ്രസരണം അങ്ങനെയാണ്. ഏതൊരാൾക്കും അത് തോന്നും. പക്ഷെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അത് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, തിരുദൂതരെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ആയിഷ, എന്റെ പ്രിയപ്പെട്ടവൾ ആയിഷയോടാണ്. മിനർരിജാൽ, ആണുങ്ങളിൽ നിന്നോ നബിയേ? ആണുങ്ങളിൽ നിന്ന് അബൂഹാ, ആയിഷയുടെ ഉപ്പയായ എന്റെ പ്രിയപ്പെട്ട സ്വദീഖ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്തതോ സുമ്മമൻ, സുമ്മ ഉമർ. അല്ലാഹുവിന്റെ റസൂൽ ഓരോ പേര് പറയുമ്പോഴും മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കൊതിക്കുകയാണ്, അടുത്തത് ഞാനാണ്, അടുത്തത് ഞാനാണ്. ഓരോ നിമിഷവും അവിടുത്തെ സ്നേഹഭാജനങ്ങളിൽ ആദ്യത്തെയാള് ഞാനായിരിക്കുമെന്നും ആദ്യത്തെ പേരുകളിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്നും കൊതിച്ച അറേബ്യ ലോകം കണ്ട ദിശണാശാലി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു വച്ച് ചോദ്യം നിർത്തിവച്ചില്ലേ? ഞാനിനി ചോദിക്കുന്നില്ല. പറഞ്ഞു 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 പറഞ്ഞ് അവസാനത്തെയാളായി പോയാലോ എന്ന് പേടിച്ച് ചോദ്യം നിർത്തിവെച്ച അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സ്നേഹത്തെ കൊതിച്ചു പോയില്ലേ? അത്രമേൽ ഇഷ്ടപ്പെട്ടു പോയില്ലേ? നമ്മളുടെ ഹൃദയങ്ങളിലും അല്ലാഹു ആ സ്നേഹം നിറച്ചു തരട്ടെ. അവിടുത്തെയോടുള്ള മഹബ്ബത്ത് നാം തുടക്കത്തിൽ ഓതിയ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ.
അനുരാഗികളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാരീരിക ഗുണങ്ങളെക്കുറിച്ച്, അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് നിരന്തരമായി വായിച്ചറിഞ്ഞാൽ എത്രമേൽ ചേർത്തിട്ടാണ് തന്റെ ചുറ്റുമുള്ളവരെ അല്ലാഹുവിന്റെ റസൂൽ ചേർത്തു പിടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. യുദ്ധത്തിൽ രക്തസാക്ഷിയായി കിടക്കുന്ന സമയത്ത് ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹബീബിന്റെ മനസ്സിലുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം കഴിഞ്ഞ് തന്റെ കൂടെയുള്ള സ്വഹാബത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഹൽ തഫ്ഖിദൂന അഹദാ. യുദ്ധം കഴിഞ്ഞു, രണാങ്കണം അവസാനിച്ച നിമിഷം ആരെങ്കിലും നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടോ? നമുക്കാരെങ്കിലും കാണാതെയായിട്ടുണ്ടോ? ചിലരൊക്കെ ചിലരുടെയൊക്കെ പേര് പറഞ്ഞു. അവരെയൊക്കെ രണാങ്കണത്തിൽ നിന്ന് പരിക്കുപറ്റിയവരും അതുപോലെ രക്തസാക്ഷികളായവരും അവരെയൊക്കെ എടുത്തുകൊണ്ടുവന്നു. വീണ്ടും മുത്തുനബി ചോദിച്ചു, ഹൽ തഫ്ഖിദൂന അഹദാ. ഇനി ആരെങ്കിലുമുണ്ടോ? ഇനി ആരെങ്കിലുമുണ്ടോ? അപ്പോഴും സ്വഹാബത്ത് വേറെ ഒരുപാട് ആളുകളുടെ പേരുകൾ പറഞ്ഞു. അവരെയൊക്കെ രണാങ്കണത്തിൽ നിന്ന് അന്വേഷിച്ചു കൊണ്ടുവന്നു. പരിക്കുപറ്റിയവരുണ്ട്, രക്തസാക്ഷികളായവരുണ്ട്. അവസാനം മുത്തുനബി ചോദിച്ചു, ഹൽ തഫ്ഖിദൂന അഹദാ. ഇനി ആരെങ്കിലുമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ലാ. അപ്പോഴാണ് മുത്തുനബി പറഞ്ഞു, വലാകിന്നി അഫ്ഖിദു ജുലൈബീബ. എനിക്ക് ജുലൈബീബിനെ കാണണം. സ്വഹാബികളുടെ കൂട്ടത്തിൽ ശാരീരിക പ്രകൃതിയിൽ വൈരൂപ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ ദരിദ്രനായ ഒരു ചെറുപ്പക്കാരൻ, മുത്തുനബി മുൻകൈയെടുത്ത് ആ സ്വഹാബിയെ കല്യാണം കഴിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവനായി ജുലൈബീബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഈ യുദ്ധം നടക്കുന്നത്. ആരുടെ മനസ്സിലും, സ്വഹാബികളുടെ മനസ്സിൽ തന്റെ കൂട്ടുകാരനെ കുറിച്ച് ചിന്തയില്ലെങ്കിലും വലാകിന്നി അഫ്ഖിദു ജുലൈബീബ. എനിക്ക് ജുലൈബീബിനെ കാണണം. സ്വഹാബത്ത് പരതി നോക്കി, പടക്കളത്തിലൂടെ നടന്നു നോക്കി. അപ്പോഴുണ്ട് 7 ശത്രുക്കളുടെ ഇടയിൽ വെട്ടേറ്റ് കിടക്കുകയാണ് സയ്യിദുനാ ജുലൈബീബ്. 7 ആളുകളെയും വകവരുത്തി തനിക്കു പറ്റിയ പരിക്കിൽ മഹാനവർകൾ രക്തസാക്ഷിയായി വീണ് കിടക്കുകയാണ് 7 പേരുടെ നടുത്തളത്തിൽ. മഹാനായ ജുലൈബ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി കയ്യിൽ പിടിക്കുകയാണ്. അവിടുത്തെ കൈത്തണ്ടയിൽ ജുലൈബീബ് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ബർസ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, അന്ന് സ്വഹാബത്ത് കണ്ടു. ഞങ്ങൾക്കാർക്കും ഓർമ്മയില്ലെങ്കിലും ജുലൈബീബിനെ മുത്തുനബി മറന്നിട്ടില്ലായിരുന്നു. അവിടുത്തെ കൈത്തണ്ടയിലാണ് ജുലൈബീബ് കിടന്നത്. ഖബറാകുന്നതുവരെ ജുലൈബീബിനെ തന്റെ കൈത്തണ്ടയിൽ കിടത്തി ജുലൈബീബിന്റെ മുഖത്തു നോക്കി പറയുന്നുണ്ട്, അന്ത മിന്നീ ജുലൈബീബ്, നീ എന്നിലാണ്, ഞാൻ നിന്നിലാണ്. മരിച്ചു കിടക്കുന്ന രക്തസാക്ഷിയായി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മുഖത്തു നോക്കി ആ കൈത്തണ്ടയിൽ കിടക്കുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ഒരാളെയും മറക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരാളെയും വിട്ടുപോകില്ല. അവിടുത്തെ സ്നേഹം എല്ലാവരിലേക്കുമായി പ്രസരണം ചെയ്യപ്പെട്ടതാണ്. ഈ സദസ്സ് അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കാണാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിയായി അവസാനമായി നമുക്ക് ആ പാട്ടൊന്ന് ഒന്നുകൂടി ചേർത്തു പറയാം. ഖാഫ് നൂന് കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നീണ്ട് തുടിച്ചു ഞാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആഫിയത്ത് തടിക്കും കൽബിലുമാക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖാലിഖായ പുരാന്റെ മുന്നിൽ നടന്ന പാദം മുത്തുവാൻ ഖാദിമായി നബിന്റെ ദീനിൽ ഖാലിസായി നടക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നീണ്ട് തുടിച്ചു ഞാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മാഇലഫ്ളൽ ഉറവ പൊട്ടും മന്നർ കൈ പീഡിക്കുവാൻ മലക്ക് ജബ്രായീൽ മുത്തിയ നെറ്റിയിൽ ചുംബിക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞ് നീണ്ട് തുടിച്ചു ഞാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടത്തെ കാണാനും അവിടത്തെ സ്നേഹിക്കുവാനും ആ കരം പുൽകുവാനും ആ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുത്തുമണികൾ കേൾക്കുവാനും അത് പെറുക്കിയെടുക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മനോഹരമായ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിലേക്ക് കടക്കുകയാണ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അൻവർ അലി ഉസ്താദ് അവർകളെ ആദരപുരസ്സരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. كلما ذكره الذاكرون وغفل عن ذكره الغافلون. عدد ما في علم الله صلاة دائمة بدوام ملك الله. عدد كمال الله وكما يليق بكماله. أما بعد. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് പ്രകാശമായി, സുഗന്ധമായി, വെളിച്ചമായി, കാരുണ്യമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്ന ഹിദായത്തിന്റെ കെടാവിളക്കായി ലോകത്തിന് അല്ലാഹു സമ്മാനിച്ച കാരുണ്യം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യജീവിതത്തിന്റെ സ്നേഹം പെയ്തിറങ്ങുന്ന മനോഹരമായ വഴിത്താരയിലൂടെ മനസ്സു നിറയെ സ്നേഹവുമായി ഒരു അനുരാഗി നടന്നു നീങ്ങുന്ന മനോഹരമായ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ വിശ്വാസി മാനസങ്ങളെ തരളിതമാക്കുന്ന ആ വിശുദ്ധമായ ഓർമ്മകളിലേക്ക്, ആ ഓർമ്മകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന സംഗമങ്ങളിൽ, ആ സദസ്സുകളുടെ
അലങ്കാരമാണ്, സുഗന്ധമാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ, അവിടുത്തെ സ്വലാത്തുകൾ. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സയ്യിനു മജാലിസകും ബിസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ സദസ്സുകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകൾ കൊണ്ട് നിങ്ങൾ മനോഹരമാക്കണം. വാനലോകത്തെ മലക്കുകൾ, ആ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ മനോഹരമായ ഒരു സുഗന്ധം ഇങ്ങനെ കടന്നു വരുമത്രേ. ആ സുഗന്ധത്തിന്റെ, ആ നറുമണത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിയാണ്. ഭൂമിയിൽ നിന്ന് കടന്നു വരുന്ന മനോഹരമായ ആ നറുമണം ആസ്വദിക്കുമ്പോൾ അവർ പരസ്പരം ചോദിക്കും, ഈ സുഗന്ധത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അവർക്ക് ലഭിക്കുന്ന മറുപടി, അനുരാഗികൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ആലപിക്കപ്പെടുന്ന സ്വലാത്തിന്റെ സുഗന്ധമാണത് എന്നുള്ളതാണ്. ആ സുഗന്ധത്തിന്റെ നിലാമഴയിലും തുലാമഴയിലുമാണ് നാം ഇരിക്കുന്നത്. ലജ്പാല നബി മേരെ ദർദാദി ദവാ ദേനാ, ജബ് വക്ത് നസാ ആവേ दामन की हवा देना। लजपाल नबी मेरे दर्दादे दवा देना, जब वक्त नज़ा आवे दामन की हवा देना. ഏതൊരു പ്രകാശത്തിന്റെ ഉറവിടത്തിനും ഒരു കൃത്യമായ കാലപരിധിയുണ്ട്. ആ പ്രകാശം കടന്നു ചെല്ലുന്ന പ്രദേശങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അങ്ങനെയാണ്. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം അത് കാലാധിവർത്തിയാണ്, ദേശാധിവർത്തിയാണ്. സൂര്യനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് സിറാജ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. ചന്ദ്രനെ അല്ലാഹു വിശേഷിപ്പിച്ചത് മുനീർ എന്ന പദം കൊണ്ടാണ്. തബാറകല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. സൂര്യൻ സിറാജാണ്, ചന്ദ്രൻ മുനീറാണ്. എന്നാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കുവാൻ സൂര്യന്റെ സിറാജിനെയും ചന്ദ്രന്റെ മുനീറിനെയും അല്ലാഹു ഒരുപോലെ പ്രയോഗിക്കുകയാണ്. അത് സിറാജും മുനീറാണ്. فجاء محمد سراجا منيرا فصلوا عليه كثيرا كثيرا. فجاء محمد سراجا منيرا فصلوا عليه كثيرا كثيرا. तेरा हुस्न रोशन है दोनों जहां में, तेरी नात कैसे कहां से कहूँ मैं. तेरा हुस्न रोशन है दोनों जहां में, तेरी नात कैसे कहां से कहूँ मैं. ആ മനോഹരമായ ഗുണവിശേഷണങ്ങളെ എവിടെ നിന്ന് തുടങ്ങുവാനാണ്, എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ്? ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബാലിഗും യശറമാ തിബിമാ ഫിൽ ബാലിബാൽ. സന്ധ്യാർക്കൽ ത്വാഹ പൂമുഖം തന്നിൽ ചിത്രണം ചെയ്ത പോൽ ചന്തം, പുഞ്ചിരി തൂകും പൂമുഖം
കണ്ടാൽ വാജ്യമാണോ ആനന്ദം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പറഞ്ഞാൽ തീരാത്ത മനോഹരമായ ശരീരകാന്തിയെക്കുറിച്ച് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. പുന്നാരപ്പൂവിന്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരം. പുന്നാരപ്പൂവിന്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിന്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരം. പുഞ്ചിരി കണ്ടാൽ അതു മതി ജീവിത വിജയ പുരസ്കാരം. പഞ്ചാരപ്പൂമേനി മണത്തവരിരു ജഗമിൽ താരം. എന്നാണെന്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ്, ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. എന്നാണെന്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ്, ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. من رأى وجهك يسعد يا رسول الله. من رأى وجهك يسعد يا حبيب الله. മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ, മനസം ത്വയ്ബയിൽ ചേർത്തിവ പാടി നേതാവേ. ഞങ്ങളെ മാദിഹീങ്ങൾ ചേർത്തിടാനായി സ്നേഹരാജാവേ. മണിമുത്ത് നൂറൊളിവേ മദ്ഹോദി ഞാൻ നിലാവേ, മനസം ത്വയ്ബയിൽ ചേർത്തിവ പാടി നേതാവേ. ഞങ്ങളെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൽ വന്നതില്ല. തങ്ങളെ ഇനി എന്ന് കാണും കാലമറിയില്ല. എന്റെ നോവ് തീരാൻ മദ്ഹ് മാത്രം വേറെ ശിഫയില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കരുണ കടലോരേ, മുത്ത് നബി ശഫീഉൽ ഉമ്മ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശമായി സുഗന്ധമായി ഹൃദയത്തിൽ ഇറങ്ങിയ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. जो नूर बनकर दिलों में उतरे, जो नूर बनकर दिलों में उतरे, है कितना दिलकश खिताब तेरा. പറഞ്ഞാലും തീരാത്ത അങ്ങയുടെ വർത്തമാനങ്ങൾക്ക് എന്തോ ഒരു മാധുര്യമാണ്. എത്ര വർണ്ണിച്ചാലും അവസാനിക്കാത്ത അങ്ങയുടെ ഗുണഗണങ്ങൾക്ക് എന്തോ ഒരു മാധുര്യമാണ്, സുഗന്ധമാണ്. അൽ മിസ്കു ഫാഹിൽ മിസ്കു ഫാഹ് ലമ്മാ ദകറനാ റസൂലല്ലാഹ് വന്നൂറു ലാഹിൻ നൂറു ലാഹ് ലമ്മാ ഹദറനാ അബാ സഹ്റാ
المسك فاح المسك فاح لما ذكرنا رسول الله والنور لاح النور لاح لما حضرنا أبا الزهراء. ഈ പരിശുദ്ധമായ സ്വലാത്തിന്റെ സദസ്സിൽ നിന്നുയരുന്ന മനോഹരമായ സുഗന്ധമാണ് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ കരതല സ്പർശത്താൽ ജീവിതകാലം മുഴുവൻ മഹാനായ ഉത്ബത്ത് ഇബ്നു ഫർഖദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായത്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ കിടാങ്ങളെ, മദീനത്തെ കുഞ്ഞുങ്ങളെ അവിടുന്ന് തൊട്ടു തലോടുമായിരുന്നു. ആ കുഞ്ഞുങ്ങളെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കഴിയും വിധം അവരുടെ ശരീരത്തിൽ ഒരു സുഗന്ധം തങ്ങി നിൽക്കുമായിരുന്നത്രേ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭൗമമായ സുഗന്ധം. ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ടാണ് മഹാനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ അന്ത്യശ്വാസം വലിച്ചത്. ആ സുഗന്ധം ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ അനുഭവിച്ചപ്പോഴാണ് മഹാനായ ഇമാമുനാ ശിബ്ലി റളിയല്ലാഹു അൻഹു തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖത്തേക്ക് ഇങ്ങനെ നേരിട്ട് നോക്കി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തു പറയുന്ന പോലെ പാടിയത് ഇന്ന ബൈതൻ തസാകിനു ഗൈറു മുഹ്താജിൻ ഇലാ സുറൂജി وجهك المأمول حجتنا يوم يأتي الناس بالحجج يا رسول الله. ഞങ്ങൾക്ക് കാണിക്കാൻ ഒരുപാട് അമലുകളില്ല. അല്ലാഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ടൊരു സുജൂദ് പോലും ചെയ്യാൻ കഴിയാത്ത ഹതഭാഗ്യരാണ് ഞങ്ങൾ. അങ്ങയുടെ മദ്ഹുകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്വലാത്തിന്റെ വെളിച്ചത്തിലായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ വിട പറഞ്ഞു പോകുന്ന അവസാനത്തെ നിമിഷങ്ങളിൽ ആ മനോഹരമായ പരിമളം ആസ്വദിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുൽ മൗതന്നരികിലായാൽ അരികെ വരുമോ നയന സുകൃതം. മലക്കുൽ മൗതന്നരികിലായാൽ അരികെ വരുമോ നയന സുകൃതം. ഒടുവിലിവനും കലിമയുരയായ വിളിക്കും യാ റസൂലല്ലാഹ്. ഒടുവിലിവനും കലിമയുരയായ വിളിക്കും യാ റസൂലല്ലാഹ്. يا أكرم الخلق ما لمن نالوذ به سواك عند حلول للحديث العامم. ഉത്തമരാം നബി തങ്ങളെ അഭയം മങ്ങാ തിങ്കളെ ഭീതികളേറും നാളില് അഭയം നൽകൂ എന്നില്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലവും കഴിഞ്ഞ് 5-6 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അലക്സാണ്ട്രിയയുടെ തെരുവിലൂടെ മഹാനായ ഇമാമുൽ ബുസൈരി റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ സ്നേഹ പ്രപഞ്ചത്തിന്റെ ലഹരിയിൽ അലിഞ്ഞ് وَمُنْذُ أَلْزَمْتُ أَفْكَارِي مَدَائِحَهُ وَمُنْذُ أَلْزَمْتُ أَفْكَارِي مَدَائِحَهُ وَجَدْتُهُ لِخَلَاصِي خَيْرَ مُلْتَزِمٍ وَجَدْتُهُ لِخَلَاصِي خَيْرَ مُلْتَزِمٍ ഹബീബായ തിരുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹത്തായ അവതാരങ്ങളെ പാടിപ്പുകഴ്ത്താൻ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിച്ചതോടുകൂടി ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന്. इस करम का करूं शुक्र कैसे अदा, इस करम का करूं शुक्र कैसे अदा, जो करम मुझ पे मेरे नबी कर दिया, मैं सजाता हूँ सरकार की महफिले, मैं सजाता हूँ सरकार की महफिले, मुझको हर गम से रब ने बरी कर दिया, इस करम का करूं शुक्र कैसे अदा, सलातुल्लाह सलामुल्लाह अला ताहा रसूलिल्लाह, सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह. उम्रके चलामो सलातुल्लाह സലാമുല്ലാഹ്. ഓരോരുത്തരും അവനവന്റെ ശബ്ദം അവനവൻ കേൾക്കുന്ന രൂപത്തിലെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തിയിട്ട് സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, ഇസ് കരം കാ കरूं शुक्र कैसे अदा, इस करम का करूं शुक्र कैसे अदा, जो करम मुझ पे मेरे नबी कर दिया, मैं सजाता हूँ सरकार की महफिले, मैं सजाता हूँ सरकार की महफिले, मुझको हर गम से रब ने बरी कर दिया, सलातुल्लाह सलामुल्लाह रसूलिल्लाह, सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह. जिक्र सरकार की है बड़ी बरकतें, जिक्र सरकार की है बड़ी बरकतें, मिल गई राहते अज़मते रिफते, मैं गुनहगार था बेअमल था, मगर मैं गुनहगार था बेअमल था, मगर मुस्तफ़ा ने मुझे जन्नती कर दिया, इस करम का करो शुक्र कैसे अदा, सलातुल्लाह सलामुल्लाह अला ताहा रसूलिल्लाह, सलातुल्लाह सलामुल्लाह अला यासीन ഹബീബില്ലാഹ്. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കച്ചവട ആവശ്യാർത്ഥം യമനിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ ഒരു വയോധികനായ മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. ആ മനുഷ്യൻ ദീർഘദൃഷ്ടിയുണ്ടായിരുന്ന
ആ വയോധികൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ വരുന്നത് മക്കയിൽ നിന്നാണോ? അതെ. പരിശുദ്ധമായ ഹറം നിവാസിയാണോ നിങ്ങൾ? അതെ. നിങ്ങൾ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടയാളാണോ? അതെ. കൃത്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ വൃദ്ധനായ മനുഷ്യന്റെ കണ്ണുകൾ തിരിച്ചറിയുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകൻ നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രം ഉയർത്തി നിങ്ങളുടെ വയറൊന്ന് എനിക്ക് കാണിച്ചു തരണം. കാരണം ആ പ്രവാചകന്റെ സന്തത സഹചാരിയായി നടക്കുന്ന ഒരു മഹാപുരുഷന്റെ അടയാളം പോലും പഴയകാല വേദഗ്രന്ഥങ്ങളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അടയാളം നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വസ്ത്രം ഉയർത്തി കൊടുക്കുകയാണ്. ആ അടയാളം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ തിരിച്ചറിയപ്പെടുകയാണ്. ഈ മനുഷ്യൻ, വൃദ്ധനായിരുന്ന ഈ മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന നേരത്ത് എനിക്ക് വേണ്ടി ആ പ്രവാചകരെ മനോഹരമായി വർണ്ണിച്ചുകൊണ്ട് ഞാൻ പാടുന്ന ഈ കവിത നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകർക്ക് നിങ്ങൾ പരിശുദ്ധമായ മക്കയിൽ വെച്ച് ഒന്ന് പാടിക്കൊടുക്കണം. അങ്ങനെ ആ വൃദ്ധനായിരുന്ന മനുഷ്യൻ മനോഹരമായ ഒരു കവിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ആവശ്യം നിർവഹിച്ച് പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. അദ്ദേഹം മക്കയിലേക്ക് എത്തി വീട്ടിലെത്തുന്ന നേരത്ത് ഖുറൈശികളിലെ പ്രധാനികളായ ചില ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മക്കയിൽ ഞാൻ പോയതിനു ശേഷം എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതെ, താങ്കളുടെ കൂട്ടുകാരൻ പ്രവാചകത്വം വാദിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, താങ്കൾ യമനിൽ വെച്ച് കണ്ടുമുട്ടിയ ആ വന്യവയോധികൻ എനിക്ക് വേണ്ടി നൽകാൻ ഏൽപ്പിച്ച സമ്മാനം ഒന്ന് നൽകിയാലും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് സമ്മാനമാണ്? ആ മനുഷ്യൻ എന്നെ കുറിച്ച് പാടിയ കവിതകളില്ലേ, ആ കവിതകളുടെ വരികൾ ഇന്നതല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാം പുൽകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരാളുടെ മുമ്പിലും പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം ഞാൻ സമർപ്പിച്ചപ്പോൾ അവർ ആ സന്ദേശത്തെ ഉൾക്കൊള്ളുന്നതിന് മുമ്പ് ഒരൽപ്പം ആലോചിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളുടെ വിലയേറ്റം ആ മുഖങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ എന്റെ സിദ്ദീഖ് ഈ പരിശുദ്ധമായ സന്ദേശം ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നിമിഷം തന്നെ യാതൊരു ഇടർച്ചയുമില്ലാതെ എന്നിൽ വിശ്വസിച്ചയാളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശറഫറകില പ്രപഞ്ചമാകെ റഹ്മത്തായവരാ, ശറഫറകില പ്രപഞ്ചമാകെ റഹ്മത്തായവരാ, റഹ്മത്തുൽ ലിൽ ആലമീന ത്വാഹ മുജ്തബരാ, ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ, ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ. പറഞ്ഞാൽ തീരാത്ത കഥകളുമായി, ഇഷ്കിന്റെ വർത്തമാനങ്ങളുമായി പരിശുദ്ധമായ മദീന ഒരു അനുരാഗിയെ കാത്തിരിക്കുകയാണ്. സ്നേഹത്തിന്റെ നഗരമെന്ന് വിളിക്കപ്പെടാൻ ഈ ഭൂമിയുടെ മുകളിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിന് അർഹതയുണ്ടെങ്കിൽ അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുത്ത മദീന എന്ന സുഗന്ധ നഗരിയാണ്. നബി തങ്ങളുടെ തിരുനഗരം അനുരാഗമാമധുരം, മഹബൂബ് വരും നേരം വരവേറ്റൊരു താഴ്വാരം. നബി തങ്ങളുടെ തിരുനഗരം അനുരാഗമാമധുരം, മഹബൂബ് വരും നേരം വരവേറ്റൊരു താഴ്വാരം. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നിട്ട നഗരമാണ് മദീന. ആ മദീനയിലെ മണൽത്തരികൾ പോലും അത്ഭുതമാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹ പ്രപഞ്ചത്തിൽ അത്ഭുതം തീർത്ത ആയിരക്കണക്കിന് സ്വഹാബിമാർക്ക് പുറമെ ആ മദീനയിലെ മരങ്ങളും കല്ലുകളും പോലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന് ഉദാഹരണമാണ്.
പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയ ദോർത്തുകരയും പാപി ഞാനാണ്. പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും ഈന്തപ്പനയിൽ അങ്ങിറങ്ങി വന്ന് തേങ്ങൽ മാറ്റിയ ദോർത്തുകരയും പാപി ഞാനാണ്. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ മദീനയല്ലേ. हमने माना कि जन्नत बहुत है हसी, हमने माना कि जन्नत बहुत है हसी, छोड़ कर गम मदीना न जाए कहीं, यूं तो जन्नत में सब है मदीना नहीं, यूं तो जन्नत में सब है मदीना नहीं, और जन्नत मदीने में मौजूद है, यूं तो जन्नत में सब है मदीना नहीं, और जन्नत मदीने में मौजूद है. ആ പരിശുദ്ധമായ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദറത്തിൽ കടന്നുവന്ന് പാപങ്ങളുടെ മാറാപ്പുകൾ ഇറക്കി വെച്ച് കണ്ണുനീരോടെ തിരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യനെ നിങ്ങൾ കണ്ടുമുട്ടുകയും അദ്ദേഹത്തെ നിങ്ങൾ തേടിപ്പിടിക്കുകയും അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെ പുണർന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധിയിൽ ആ സൗഭാഗ്യത്തിൽ നമുക്കും ഒരിടം വേണം. പാപക്കാര കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറ കൊണ്ട് തളരുന്നു താനെ, പാപക്കാര കണ്ട് പിണങ്ങല്ലേ നൂറേ, പാദം വിറ കൊണ്ട് തളരുന്നു താനെ, പാവമാണേ ഞാൻ കരളിന്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ, तेरे कुर्बान प्यारे मोहम्मद, गिर रहा हूँ मुझे भी संभालो, अपने प्यारे नवासों का सदका या नबी मेरी झोली में डालो. പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതും മുട്ടി വിളിച്ചാൽ തുറക്കും കവാടം, പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതും മുട്ടി വിളിച്ചാൽ തുറക്കും കവാടം, കെട്ടുമൂന്നിൽ അമരുന്ന നേരം, കെട്ടുമൂന്നിൽ അമരുന്ന നേരം, കൂട്ടിനായി വന്ന് ചേരും സഹായം, ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എന്റെ പ്രിയരാം ഹബീബിന്റെ നാമം, കാലം മറക്കാത്ത വചനങ്ങളെല്ലാം തിരുനാവാൽ മൊഴിഞ്ഞുള്ള നാദം. ജാടകളുടെ ഉടയാടകൾ വലിച്ചെറിഞ്ഞ് സ്ഥാനമാനങ്ങളെയും പെരുമയെയും പിന്നോട്ട് മാറ്റി പരിശുദ്ധമായ മദീനയിലേക്ക് ഹൃദയം കൊണ്ടൊരു തീർത്ഥാടനം നടത്താൻ ഈ നിമിഷം നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ചോട് ഫിക്രെ ദുനിയാ കീ, ചൽ മദീന ചൽതേ मुस्तफा गुलामों की किस्मतें बदलती है, छोड़ फिक्र
दुनिया की चल मदीना चलते हैं मुस्तफा गुलामों की किस्मतें बदलती हैं ആ മദീനയിൽ ചെന്നു കരഞ്ഞു പറഞ്ഞാൽ പൊറുക്കപ്പെടാത്ത തെറ്റുകൾ ഏതാണുള്ളത്, സ്വീകരിക്കപ്പെടാത്ത തേട്ടങ്ങൾ ഏതാണുള്ളത്, ഏറ്റെടുക്കപ്പെടാത്ത ആവശ്യങ്ങൾ ഏതാണുള്ളത്, ശമിക്കപ്പെടാത്ത രോഗങ്ങൾ ഏതാണുള്ളത്. യാ അക്രമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما അങ്ങയുടെ വാതിൽക്കൽ വന്ന് കരഞ്ഞാൽ അങ്ങ് കനിയുമെന്ന പ്രതീക്ഷയിൽ വന്നതാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രതീക്ഷ ഒരിക്കലും സ്ഥാനത്താവുകയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് അതുഹിബ്ബു അല്ലാ യനാലക അതുശ യൗമിൽ ഖിയാമ, അന്ത്യനാളിന്റെ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനിയും പിറന്നിട്ടില്ലാത്ത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്നാണ്. രാജന്നൂറിന്റെ മദ്ഹ് പാടി ഞാൻ രാത്രിയെ പകലാക്കിടാം, രാജാവിൻ മുന്നിൽ നന്മ തൂക്കുമ്പോൾ യാ നബി പുണ്യം നൽകണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. എന്റെ കൈകളെ കൊണ്ടാമേനിൽ തൊട്ടിരുന്നെങ്കിൽ യാ നബി, എന്റെ ചുണ്ടുകൾ കൊണ്ടാറോളയിൽ മുത്തിയെങ്കിലോ സയ്യിദി. അസ്സലാത്തു വസ്സലാമു റക്കച്ചലാമു അലൈക യാ റസൂലല്ലാഹ്. ഈ സ്റ്റേജിലേക്കുള്ള ലൈറ്റ് കൂടി ഒന്ന് ഓഫ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് നേരത്തേക്ക്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റൗള മുന്നിലെ ആൾക്കൂട്ടത്തിൽ ഞാൻ രാപ്പകൽ വന്നിരുന്നിടാം, റബ്ബിൻ കോടതി കൂടും നേരത്ത് മുത്തേ എന്നെയും ഓർക്കണേ. അസ്സലാത്തു ഒന്നിട്ട് നേറ്റു നിൽക്കാം. വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒന്ന് കണ്ണടച്ച് മദീന കണ്ടൊന്ന് ചൊല്ലാമോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നീരി നീരി ഞാൻ ഓതും ബൈത്തുകൾ യാ നബി അങ്ങ് കേൾക്കുമോ? ഓതി ഓതി ഞാൻ വീഴ്ത്തും കണ്ണുനീർ യാ ഹബീബങ്ങ് അറിയുമോ? അസ്സലാത്തു വസ്സലാമു യാ റസൂലല്ലാഹ്.
ഈ സ്വലാത്തുകൾ ഒരു പരിമളമായി വാനലോകത്തേക്ക് മലക്കുകളുടെ സദസ്സിലേക്ക് കടന്നു ചെല്ലണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി. മൗത്തിനേരത്തും ഉമ്മത്തി എന്നോ രത്തോരാണെന്റെ വാരിദി. സ്വലാത്തു ഈ സ്വലാത്തുകൾ ഒരു തുലാമഴയായി തോരാമഴയായി മദീനയിൽ പെയ്തിറങ്ങണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്തു പോയോരു ഖൽബും കൊണ്ടിവർ വന്നിതാ. പാപമാലേ കറുത്തു പോയോരു ഖൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് ഖൽബകം റാഹ നൽകണേ സയ്യിദേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ. ഹൗളിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ. അതിമോഹമാണ് അറിയാം തങ്ങളെ കൈപിടിക്കണേ സയ്യിദേ. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അലൈക യാ ഹബീബല്ലാഹ്. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല. അർഹതയേതുമില്ല. പരിശുദ്ധ മദീനത്തെ പച്ചക്കുപ്പയുടെ ചാരത്ത് ആ മസ്ജിദുൻ നബവിയുടെ മനോഹരമായ തിരുമുറ്റത്ത് വെള്ളമാർബിള പതിച്ച തിരുവങ്കണത്തിൽ നിന്നുകൊണ്ട് ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ നിന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്ന പോലെ ഒന്ന് കേൾക്കൂ പ്രിയപ്പെട്ടവരെ. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല. അർഹതയേതുമില്ല. എല്ലാരും എന്നെ വേണ്ടെന്നു വിധിച്ചാലും അങ്ങനെ കൈവിടല്ല. എല്ലാരും എന്നെ വേണ്ടെന്നു വിധിച്ചാലും അങ്ങനെ കൈവിടല്ല.
പ്രിയപ്പെട്ട മാതാവ് നമ്മെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന ദിവസം, പ്രിയപ്പെട്ട പിതാവ് നമ്മെ കാണുമ്പോൾ രക്ഷപ്പെടുന്ന ദിവസം, നൊന്തുപെറ്റ മക്കളെ കാണുമ്പോൾ ഉമ്മമാര് ഓടിപ്പോകുന്ന ദിവസം, ആര് ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലും ആര് ഞങ്ങളെ കൈവിട്ടാലും അങ്ങ് കൈവിടരുതേ യാ റസൂലുള്ളാഹ്. എല്ലാവരും എന്നെ ഇനി വേണ്ടെന്നു വിധിച്ചാലും അങ്ങനെ കൈവിടല്ല. എല്ലാരും എനിക്ക് അങ്ങല്ലാതെ തുണക്ക്. ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്, ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്. അങ്ങ് ഞങ്ങളെ കൈവിട്ടു കളഞ്ഞാൽ, അങ്ങ് ഞങ്ങളെ പരിഗണിച്ചില്ല എങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിൽ ആരാലും പരിഗണിക്കപ്പെടാതെ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ യാ റസൂലല്ലാഹ്. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ, എന്റെ ഹൃദയത്തിനിരുളങ്ങുമാറാൻ. ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാവങ്ങൾ തീരാൻ. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ. തൗബ ചെയ്തോട്ടെ, തൗബ ചെയ്തോട്ടെ ഈ കാലിച്ചോട്ടിൽ, തൂബാലക്കയെന്ന് ചൊല്ലാമോ മെല്ലെ. മുത്തം കൊടുത്തോട്ടെ ഈ മുന്നിറയെ. പരിശുദ്ധമായ ആ പാദപതനങ്ങൾ പതിഞ്ഞ മദീനത്തെ മണ്ണിൽ ഞങ്ങളൊന്ന് മുത്തം കൊടുത്താൽ ഈ മുഖം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമോ യാ റസൂലല്ലാഹ്. മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയെ. മൊത്തം നടന്നോട്ടെ നബി പോയ വഴിയേ. മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈതരാം. പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകൂ റസൂലേ. പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകൂ റസൂലേ. പാവമാണേ ഞാൻ കരളിന്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ. നമ്മുടെ ജീവിതത്തിന് ഒരു പെരുന്നാൾ ഉണ്ടെങ്കിൽ ആ വിശുദ്ധമായ മദീനത്തെ മണ്ണിൽ നമ്മുടെ കബിൾ ചേർത്തു വെക്കുന്ന ആ ദിവസമാണത്. വ്യസനമാൽ വീലിച്ചിടുന്നു യാ നബി, വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി. വ്യസനമാൽ വീലിച്ചിടുന്നു യാ നബി, വ്യഥകളെല്ലാം തീർക്കുയാ ഖൈറൻ നബി. വികലമാണ് ജീവിതം യാ സയ്യിദി, വികലമാണ് ജീവിതം യാ സയ്യിദി. വഴി പിഴച്ചോനാണിവൻ ഖുദ് ബിയദി, വഴി പിഴച്ചോനാണിവൻ ഖുദ് ബിയദി. ഏതെങ്കിലും ഒരാൾ
ഇരുന്നു കൊണ്ട് എന്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലിയാൽ അവൻ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു അവന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്ന്. ഏതെങ്കിലും ഒരാൾ നിന്നുകൊണ്ട് എന്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലിയാൽ അവൻ ഇരിക്കുന്നതിന്റെ മുമ്പ് അവന്റെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഇവിടെ നിന്നും ഇരുന്നും ഞങ്ങൾ പരിശുദ്ധമായ ആ സ്വലാത്തുകൾ ചൊല്ലിയ മദ്ഹുകൾ പറഞ്ഞു. അല്ലാഹുവേ, ഈ വിശുദ്ധമായ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ അവസാനത്തെ തെറ്റും നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അവസാനത്തെ പാപത്തിന്റെ കറയിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിച്ചിട്ടല്ലാതെ നീ ഞങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കരുതേ തമ്പുരാനെ. ഈ മഹത്തായ സദസ്സ് ഇനി പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ഒന്നായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരിക്കാം. അല്ലാഹു നമ്മുടെ നൃത്തവും ഇരുത്തവും നമ്മുടെ കൂടിച്ചേരലും നമ്മുടെ പിരിഞ്ഞു പോവലും അല്ലാഹു സ്വീകരിക്കട്ടെ. നേരത്തെ ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പേരുകൾ ഇവിടെ വായിക്കപ്പെടുകയുണ്ടായി. ഇനി ആ ലിസ്റ്റിലേക്ക് അടുത്തതായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരുടെ പേരാണ് ചേർക്കപ്പെടുന്നത് എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണെങ്കിലും ഏതു സമയമാണെങ്കിലും ഈമാനോട് കൂടിയുള്ള മരണം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആ മഹത്തായ സൗഭാഗ്യത്തിലേക്ക് നടക്കാൻ ഈ സൽക്കർമ്മം അല്ലാഹു ഒരു കാരണമാക്കി തരട്ടെ. ഈ മഹത്തായ ഈ സദസ്സിൽ പ്രാർത്ഥന നടത്തുവാൻ ബഹുമാനപ്പെട്ട ഷറഫ് ഉസ്താദിനെ ക്ഷണിക്കുന്നു. ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.